Hi friends, today's video is on sonnet. Sonnetനെ പറ്റി പറയുമ്പോൾ we can see that the poem is divided into different forms based on the length, the structure, etc. അപ്പോൾ സോണറ്റ് ഇവിടെ based on length, അതേപോലെ തന്നെ റൈം സ്കീം ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് സോണറ്റിൻ്റെ ഡിവിഷൻ വരുന്നത് അല്ലെങ്കിൽ സോണറ്റ് ഫോം ചെയ്തിരിക്കുന്നത്. പോമത്തിൽ തന്നെ ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് റൈറ്റിംഗ്. അതിൽ ലിറിക്, ബാലഡ്, ഓഡ് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതിലൊരിതാണ് സോണറ്റ്. അപ്പോൾ നമ്മളിന്ന് സോണറ്റിനെ പറ്റിയിട്ടാണ് കാണുന്നത്. The word is derived from Italian sonetto. The word sonnet is derived from Italian word sonetto, which means a little sound or strain. A little sound അല്ലെങ്കിൽ strain എന്ന മീനിങ് വരുന്ന സോണറ്റോ എന്ന ഇറ്റാലിയൻ വേർഡിൽ നിന്നുമാണ് സോണറ്റ് എന്ന് പറയുന്ന വേർഡ് വന്നിരിക്കുന്നത്. ഇറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റാലിയൻ പോയറ്റ് പെട്രാർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ സോണറ്റ് എന്ന് പറയുന്ന ടേം അല്ലെങ്കിൽ സോണറ്റ് തന്നെ വന്നിരിക്കുന്നത്. ഇറ്റാലിയൻ സോണറ്റ് തന്നെയാണ് പെട്രാർക്കൻ സോണറ്റ്. ഇറ്റ്സ് ഓൾസോ ക്ലാസിക്കൽ സോണറ്റ്. അപ്പോൾ സെയിം ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ്, അതിൻ്റെ ഡിഫറെൻറ്റ് നെയിംസ് ആണ്. ഇറ്റാലിയൻ സോണറ്റ്, പെട്രാർക്കൻ സോണറ്റ്, ക്ലാസിക്കൽ സോണറ്റ്. സോ ഇറ്റാലിയൻ സോണറ്റ് ഇസ് ഈക്വൽ ടു പെട്രാർക്കൻ സോണറ്റ് ആൻഡ് ഇറ്റ്സ് ഈക്വൽ ടു ക്ലാസിക്കൽ സോണറ്റ്. മൂന്നും ഒന്ന് തന്നെയാണ്. ടൈറ്റിൽ അല്ലെങ്കിൽ നെയിമിൽ മാത്രമേ വ്യത്യാസം ഉള്ളൂ. A short poem of 14 lines expressing a single thought or feeling. ഒരേ തരത്തിലുള്ള ഒരേ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സിംഗിൾ തോട്ടും അതിൻ്റെ ഫീലിങ്ങിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു 14 ലൈൻ പോയത്തിനെയാണ് നമ്മൾ സാധാരണ സോണറ്റ് എന്ന് വിളിക്കുക. ഇറ്റാലിയൻ സോണറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് 2 parts. അതിന് 2 ഭാഗങ്ങളുണ്ട്. One is octave and the other one sestet. Octave consists of 8 lines and sestet consists of 6 lines. അപ്പോൾ ഈ ഒക്ടേവിൽ 8 ലൈൻസും സെസ്റ്ററ്റിൽ 6 ലൈൻസും ആണ് ഉള്ളത്. റൈം സ്കീം എന്ന് പറയുന്നത് ABBA ABBA CDE CDE. ഈ CDE CDE എന്നുള്ളത് ചിലയിടത്ത് CDC CDCയും ചിലയിടത്ത് CDE DCEയും ആണ്. ഇതാണ് ഇറ്റാലിയൻ സോണറ്റിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത്. ആൻഡ് സ്റ്റാൻസ ഡിവിഷനിൽ ഒക്ടേവും സെസ്റ്ററ്റും എടുക്കുകയാണെങ്കിൽ ഒക്ടേവ് മേ ഹാവ് 2 stanzas of 4 lines called quatrains. 4 line സ്റ്റാൻസ് തന്നെയാണ് ക്വാട്രൈൻസ് എന്ന് പറഞ്ഞാൽ. അങ്ങനത്തെ 2 സ്റ്റാൻസാസ് ഉണ്ടാവും ഒക്ടേവിൽ. സെസ്റ്ററ്റിൽ മേ ഹാവ് 2 stanzas of 3 lines. 3 ലൈൻസിൻ്റെ, അതായത് 6 ലൈൻസ് ആണ് വരിക. അതിൽ 3 ലൈൻ്റെ സ്റ്റാൻസാസ് ആയിട്ടാണ് വരുന്നത്. അത് 3 ലൈൻ സ്റ്റാൻസിനെ വിളിക്കുന്ന പേരാണ് ടേഴ്സെറ്റ്സ് എന്നാണ് 3 ലൈൻസ് വരുന്ന സ്റ്റാൻസേനെ വിളിക്കുന്നത്. 3 ലൈൻസ് വരുന്ന സ്റ്റാൻസയാണെങ്കിൽ അതിനെ ടേഴ്സെറ്റ്സ് എന്നാണ് വിളിക്കുക. 4 ലൈൻസ് ആണെങ്കിൽ ക്വാട്രൈൻസ് എന്ന് വിളിക്കും. അപ്പോൾ ഒക്ടേവ് കൺസിസ്റ്റ് ഓഫ് 2 stanzas, that is 2 stanzas of 4 lines, and 4 line stanzas are called quatrains. And sestet consists of 2 stanzas of 3 lines and 3 line stanzas are called tercets. Okay. Then the rhyme pattern of Petrarchan sonnet. Rhyme pattern എന്ന് പറയുന്നത് ഒക്ടേവിൽ ഫസ്റ്റ് സ്റ്റാൻസയുടെ ഫസ്റ്റ് 2 സ്റ്റാൻസാസിൽ ഒക്ടേവ്, അതായത് 8 ലൈൻസ്, ആദ്യത്തെ 8 ലൈൻസിൽ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ പ്രോബ്ലം അല്ലെങ്കിൽ എ സിറ്റുവേഷൻ ഓർ ഇൻസിഡൻ്റ് ആയിരിക്കും. ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷന് ഒരു ഇൻസിഡൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലായിരിക്കും ഫസ്റ്റ് 8 ലൈൻസ് ഉണ്ടാവുക. നെക്സ്റ്റ് 6 ലൈൻസ് എന്ന് പറയുന്നത് അതിൻ്റെ റെസൊല്യൂഷൻ ആയിരിക്കും, പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്ന രീതിയായിരിക്കും. അപ്പോൾ ഒക്ടേവ് എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് എ പ്രോബ്ലം, എ സിറ്റുവേഷൻ ഓർ ഇൻസിഡൻറ്റ്, ആൻഡ് സെസ്റ്ററ്റ് ഇസ് അബൌട്ട് റെസൊല്യൂഷൻ ഓഫ് ദാറ്റ് പ്രോബ്ലം. ഇങ്ങനെയാണ് പെട്രാർക്കൻ സോണറ്റിൽ റൈമിനെ ഡിവിഷനും അതിൻ്റെ എക്സ്പ്ലനേഷനും വരുന്നത്. മിൽട്ടൺ റിവൈവ്ഡ് ഇറ്റാലിയൻ സോണറ്റ് on his blindness, and it has no division between octave and sestet. അതായത് മിൽട്ടൺ ഇറ്റാലിയൻ സോണറ്റിനെ റിവൈവ് ചെയ്തിട്ട് കുറച്ച് മാറ്റം വരുത്തിയിട്ട് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന സോണറ്റിൽ. ഇറ്റ് ഹാസ് നോ ഡിവിഷൻ ബിറ്റ്വീൻ ഒക്ടേവ് സെസ്റ്ററ്റ് എന്ന രീതിയിലുള്ള ഡിവിഷൻ അതിൽ ഇല്ല. ഇറ്റാലിയൻ സോണറ്റിലുള്ള ആ ഡിവിഷൻ ഇവിടെ മിൽട്ടൺ ഉപയോഗിച്ചിട്ടില്ല. ദെൻ ഫോളോവേഴ്സ് ഓഫ് ഇറ്റാലിയൻ സോണറ്റ്സ് മിൽട്ടൺ, വേർഡ്സ്വർത്ത്, ക്രിസ്റ്റീന റോസറ്റി, DG റോസറ്റി, ഇവരൊക്കെയാണ് ഇറ്റാലിയൻ സോണറ്റ്സ് ഫോളോ ചെയ്യുന്നവർ. ഇംഗ്ലീഷ് സോണറ്റാണ് അടുത്തത്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ഇംഗ്ലണ്ട്. ദിസ് സോണറ്റ് Italian അല്ലെങ്കിൽ that sonnet was Petrarchan sonnet was introduced into England in the first half of 16th century. It was by Sir Thomas Wyatt and Henry Howard. Henry Howard is also known as
Earl of Surrey. They use the rhyme scheme widely different from Italian sonnet. Italian sonnetil നിന്ന് wide different ആയിട്ടുള്ളൊരു റൈം സ്കീമാണ് തോമസ് വേർട്ടും ഹെൻറി ഹവാർഡും ഫോളോ ചെയ്തത്. അവരാണ് ഇംഗ്ലണ്ടിലേക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് സോണറ്റ് ഫസ്റ്റ് ഹാഫ് ഓഫ് 16th century കൊണ്ടുവന്നിരിക്കുന്നത്. Surrey wrote his sonnets in 3 quatrains followed by a couplet. 3 quatrains എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് 4 line stanzas, 3 4 line stanzയും അതേപോലെ തന്നെ ഒരു കപ്ലെറ്റ് 2 line stanzയുമാണ് വരുന്നത്. അതിൻ്റെ റൈം സ്കീം ഇങ്ങനെയാണ് വരിക: എ ബി എ ബി സി ഡി സി ഡി ഇ എഫ് ഇ എഫ് ജി ജി. ഇതാണ് ഇംഗ്ലീഷ് സോണറ്റിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത്. ദിസ് ഫോം വാസ് യൂസ്ഡ് ബൈ ഷേക്സ്പിയർ ഇൻ ഹിസ് സോണറ്റ്സ്. അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് റൈറ്റിംഗ് കൊണ്ടുവന്നത് ശരിക്കും ഏൾ ഓഫ് സറേ ആണ്, അല്ലെങ്കിൽ ഹെൻറി ഹവാർഡാണ്. പക്ഷേ പിന്നീട് ഷേക്സ്പിയർ തൻ്റെ സോണറ്റ്സിൽ ഈ ഒരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ഫോളോ ചെയ്യുകയാണ്. നൗ ദിസ് സോണറ്റ് ഇസ് നോൺ ആസ് ഷേക്സ്പീരിയൻ സോണറ്റ്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ Surrey but later known under the name of Shakespeare. The real originator of this sonnet is Surrey, Earl of Surrey അല്ലെങ്കിൽ ഹെൻറി ഹവാർഡ് ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് സോണറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒറിജിനേറ്റർ എന്ന് വിളിക്കാവുന്നത് സറേനെയാണ്. ഇതിൻ്റെ ഒരു പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. ഇതിപ്പം ഷേക്സ്പിയറിൻ്റെ 121 സോണറ്റിൻ്റെ ആണ് ഇവിടെ ഞാൻ തന്നിരിക്കുന്ന എക്സാമ്പിളായിട്ട്. അപ്പോൾ എസ്റ്റീംഡ് റൈം സ്കീം വരുന്നത് എങ്ങനെയാണ് എന്നാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. അതേ ഒരേ രീതിയിൽ പ്രൊനൗൺസ് ചെയ്യുന്ന വേർഡ്സിനെ ബേസ് ചെയ്തിട്ടാണ് റൈം സ്കീം വരിക. സ്റ്റീംഡ് ലാസ്റ്റ് സൗണ്ട് എങ്ങനെയാണോ വരുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിന് എ കൊടുത്തു. ദെൻ ബീയിങ്, ഇറ്റ്സ് ഡിഫറെൻറ്റ് ഫ്രം ഈംഡ്. അപ്പോൾ ഈംഡ് എന്നുള്ളതിൽ നിന്ന് ഇത് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ബി കൊടുത്തു. അടുത്ത് ഡീംഡ് എന്ന് പറയുന്നത് എഗെയിൻ സിമിലർ ടു ദ ഫസ്റ്റ് ലൈൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ എ കൊടുക്കുകയാണ്. എഗെയിൻ സീയിങ്, ബീയിങ് അവ രണ്ടും സെയിം ആയതുകൊണ്ട് ബി കൊടുത്തു. ഐസ്, ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രൊനൗൺസിയേഷനാണ് ഇവിടെ വരുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സി വരുന്നത്. ദെൻ ബ്ലഡ് അഗെയിൻ ഡിഫറെൻറ്റ്, സോ ഇവിടെ ഡി വന്നു. സ്പൈസ്, ഐസുമായിട്ട് കണക്റ്റഡ് ആണ് സ്പൈസ്, അതുകൊണ്ട് തന്നെ ഇവിടെ സി വന്നു. ദെൻ ഗുഡ്, ബ്ലഡുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊനൗൺസിയേഷനാണ്, അതുകൊണ്ട് തന്നെ ഉഡ് എന്നാണ് രണ്ട് അവസാനം പ്രൊനൗൺസ് ചെയ്യുക. സെയിം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഡി വന്നു. ലെവൽ ഇവിടെ വന്ന് അങ്ങനെ ഒരു ഇത് ഇവിടെ എവിടെയും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ വേറൊരു ഡി കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ലെറ്റർ ഇവിടെ ആഡ് ചെയ്യുകയാണ്, ഇ വന്നു. ദെൻ ഓൺ എന്ന് പറയുമ്പം എഗെയിൻ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് വരുന്നത് കൊണ്ടും ഇ കഴിഞ്ഞ് വരുന്ന എഫ് ആയതുകൊണ്ട് ഇവിടെ എഫ് വന്നു. ബെവലും ലെവലിനും അവസാനം ഉച്ചരിക്കുന്ന സെയിം സൗണ്ട് ആയതുകൊണ്ട് ഇവിടെ ഇ വരികയാണ്. എഗെയിൻ ഷോൺ വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാം, ഇവിടെ ഓൺ വന്നതിൻ്റെ ബാക്കിയായിട്ട് ഇവിടെ അതേ സൗണ്ട് ആയതുകൊണ്ട് ഇവിടെ എഫ് സൗണ്ട് വന്നു. മെയിൻറ്റെയിൻ, റെയിൻ രണ്ടും ഒരേ രീതിയിലായതുകൊണ്ട് ജി വന്നു. ഇങ്ങനെയാണ് റൈം സ്കീം, സോണറ്റിൻ്റെ റൈം സ്കീം നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ദെൻ സ്പെൻസറിയൻ സോണറ്റ് ആണ് എങ്കിൽ എ ബി ബി സി സി ഡി ഇ ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ റൈം സ്കീമിൽ ഓരോ ഇറ്റാലിയൻ ഓർ പെട്രാർക്കൻ സോണറ്റ്, ഇംഗ്ലീഷ് സോണറ്റ്, സ്പെൻസറിയൻ സോണറ്റ് ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. ദ ജോണ്ടൺ ഷിഫ്റ്റഡ് ഫ്രം ദ സബ്ജക്റ്റഡ് യൂസ് ഫോർ റൈറ്റിംഗ് ടിൽ ദാറ്റ് ടൈം ആൻഡ് റോട്ട് ഓൺ സെക്ഷൽ ലവ് ആൻഡ് ഓൾസോ റോട്ട് ഓൺ വെറൈറ്റി ഓഫ് റിലീജിയസ് തീംസ്. അതുവരെ ഉണ്ടായിരുന്ന സബ്ജക്റ്റിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട്, അതായത് ലവ് ബേസ്ഡ് ആയിട്ടുള്ള അങ്ങനെയൊക്കെ ഡീപ്പ് ലവ് ഇങ്ങനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് സാധാരണ സോണറ്റ്സ് എഴുതിയിരിക്കുന്നത്. സെക്ഷൽ ലവിനെ ബേസ് ചെയ്തിട്ടും എഴുതിയിട്ടുണ്ട്. പക്ഷേ ജോണ്ടൺ എഴുതുമ്പോൾ സെക്ഷൽ ലവിന് അപ്പുറമായിട്ട് റിലീജിയസ് തീംസും കൂടി അദ്ദേഹത്തിൻ്റെ സോണറ്റ്സിൽ ആഡ് ചെയ്യുകയാണ്. ഇൻ ഹിസ് ഹോളി സോണറ്റ് ഹി റോട്ട് അബൌട്ട് റിലീജിയസ് തീംസ്. അത് ഏർലി 17th century അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇനി സോണറ്റേഴ്സ് ഇൻ 19th century ആണ്. 19th century സോണറ്റേഴ്സാണ് വേർഡ്സ്വർത്ത്, കീറ്റ്സ്, എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ്, ക്രിസ്റ്റീന റോസറ്റി, ഡാൻറ്റെ ഗബ്രിയൽ റോസറ്റി ഇവരൊക്കെയാണ്. ദെൻ സോണറ്റേഴ്സ് ഇൻ 20th century എഡ്വിൻ ആർലിംഗ്ടൺ റോബിൻസൺ, എഡ്ന സെയിൻറ്റ് വിൻസെൻറ്റ് മിലെ, W.B. Yeats, റോബർട്ട് ഫ്രോസ്റ്റ്, W.H. Auden, ഡിലൻ തോമസ് ഇവരാണ് 20th century സോണറ്റേഴ്സ്. ദെൻ സോണറ്റ് സീക്വൻസ് അല്ലെങ്കിൽ സോണറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സീരീസ് ഓഫ് സോണറ്റ്സ് ആർ ലിങ്ക്ഡ് ടുഗെദർ ബൈ എക്സ്പ്ലോറിംഗ് ദ വാരിഡ് ആസ്പെക്ട്സ് ഓഫ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലവേഴ്സ് ഓർ എൽസ് ബൈ ഇൻഡിക്കേറ്റിംഗ് എ ഡെവലപ്മെൻറ്റ് ഇൻ ദ റിലേഷൻഷിപ്പ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ കൈൻഡ് ഓഫ് ഇംപ്ലിസിറ്റ് പ്ലോട്ട്. സോണറ്റ് സീക്വൻസ് അല്ലെങ്കിൽ സോണറ്റ് സൈക്കിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സീരീസ് ഓഫ് സോണറ്റ്സ് ആണ്. അതായത് 14 ലൈൻസിൻ്റെ ഒന്നിൽ കൂടുതൽ സോണറ്റ്സ് അടങ്ങിയിരിക്കുന്ന ആ സീക്വൻസ്
നെയാണ് ആ ഓർഡർലി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് സോണറ്റ്സിനെയാണ് ഇവിടെ സോണറ്റ് സീക്വൻസ് അല്ലെങ്കിൽ സോണറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ സോണറ്റ്സ് ഒന്നിച്ച് ലിങ്ക് ടുഗദർ ചെയ്ത് വെക്കുകയാണ്. അതെന്തിനാണ് അങ്ങനെ വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലോറിംഗ് ദി വാരിഡ് ആസ്പെക്ട്സ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലവേഴ്സിൻ്റെ തന്നെ പലതരത്തിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഇപ്പോൾ ഒരു സോണറ്റ് ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പാണ് പറയുന്നതെങ്കിൽ നെക്സ്റ്റ് സോണറ്റ് വേറെ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ സെയിം ലവറിൻ്റെ ഡിഫറെൻറ്റ് റിലേഷൻഷിപ്പിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് സോണറ്റ്സിനെ ഒന്നിച്ച് ടുഗദർ ലിങ്ക് ടുഗദർ ആസ് വൺ ഒന്നാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ സീരീസ് ഓഫ് സോണറ്റ്സിന് വരുന്നതാണ് സോണറ്റ് സീക്വൻസ് എന്ന് പറയുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡെവലപ്മെൻറ്റ് ഇൻ ദ റിലേഷൻഷിപ്പ്, ആ ഒരു ലവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൽ വരുന്ന ഡെവലപ്മെൻറ്റ് അതൊരു പ്ലോട്ട് രൂപത്തിൽ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ ഒരു കഥാരൂപത്തിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ഇവിടെ ചെയ്യുക. അതാണ് സോണറ്റ് സീക്വൻസ് അല്ലെങ്കിൽ സോണറ്റ് സൈക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിളായിട്ട് സിഡ്നിയുടെ ആസ്ട്രോഫൽ ആൻഡ് സ്റ്റെല്ല ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ദിസ് ടൈപ്പ് ഓഫ് സോണറ്റ് ആൻഡ് സ്പെൻസേഴ്സ് അമററ്റി, വേർഡ്സ്വർത്ത് ദ റിവർ ഡൂഡൻ, then D.G. Rossetti, House of Life, Elizabeth Barrett Browning's Sonnet from the Portuguese, American poet William Ellery Leonard's Two Lives. These are examples of this type of sonnet sequence അല്ലെങ്കിൽ sonnet cycle. Then Dylan Thomas in his work Alter Voice by All Light, it was published in 1936, is a sequence of 10 sonnets which are hidden meditations on poets on life. ഇവിടെ പോയറ്റിൻ്റെ ലൈഫിനെ ലവ് ബേസ്ഡ് അല്ല, പോയറ്റിൻ്റെ ബേസ് ചെയ്തിട്ട് പോയറ്റിൻ്റെ ഹിസ് ഓൺ ലൈഫിനെ മെഡിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഡിലൻ തോമസ് തൻ്റെ സോണറ്റ് എഴുതിയിട്ടുള്ളത്. ദെൻ ജോർജ് മെറിഡിത്ത്, മോഡേൺ ലവ് ഇസ് അനദർ സോണറ്റ്. ഇറ്റ്സ് അബൌട്ട് ആൻ അൺഹാപ്പി മാരേജ് ലൈഫ് and is sometimes called a sonnet sequence. Sometimes called a sonnet sequence എന്ന് പറയാൻ കാരണം even though it's a component poem consists not of 14 lines but of 16 lines. ഇതൊരു component poem ആണ്, but here we can see that it's a collection of poems but it's not consist of 14 lines but of 16 lines. 14 ലൈൻസിന് പകരം 16 ലൈൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കളക്ഷൻ ഓഫ് പോംസിന് whether to be called a sonnet or not എന്നൊരു കൺഫ്യൂഷൻ വരുന്നത്. സാധാരണ 14 വരിയുള്ളതിനെയാണ് സോണറ്റ് എന്ന് വിളിക്കുക. ഇത് 16 വരിയുള്ളത് കൊണ്ട് ഇതിനെ സോണറ്റ് എന്ന് വിളിക്കാമോ ഇല്ലയോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. ബട്ട് ഇറ്റ് കംസ് അണ്ടർ സോണറ്റിൽ തന്നെ വരുന്നതാണ്. ഇതാണ് ജോർജ് മെറിഡിത്തിൻ്റെ മോഡേൺ ലവ്. ഓക്കെ, ഇറ്റ്സ് അനദർ പോം ആൻഡ് ദിസ് ഇസ് ഓൾ അബൌട്ട് സോണറ്റ്. അപ്പോൾ ഈ സോണറ്റിനെ പറ്റിയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക. താങ്ക് യു. അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.